കെഎസ്ആർടിസിയിലെ എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന മനോവിഷമത്തിൽ കാസർഗോഡ് കണ്ടക്ടർ ആത്മഹത്യ ചെയ്തു. കെഎസ്ആർടിസിയിൽ 18 വർഷമായി താൽക്കാലിക കണ്ടക്ടർ ജോലി ചെയ്യുന്ന യോഗീഷാണ് ആത്മഹത്യ ചെയ്തത്. സർക്കാർ എംപാനൽ ജീവനക്കാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെട്ടു. തിങ്കളാഴ്ച കെഎസ്ആർടിസിയിൽ ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ ശേഷമാണ് കണ്ടക്ടറായ യോഗീഷ് ആത്മഹത്യ ചെയ്തത്. താൽക്കാലിക കണ്ടക്ടറായി കാസർഗോഡ് സുള്ളിയ റൂട്ടിലാണ് വർഷങ്ങളായി യോഗീഷ് ജോലി ചെയ്തിരുന്നത്. കെഎസ്ആർടിസിയിലെ എംപാനൽ ജീവനക്കാരെ കോടതി വിധിയിലൂടെ പിരിച്ചുവിടുമെന്ന ചർച്ചകളും സർക്കാർ ഭാഗത്തു നിന്ന് അനുകൂല നിലപാടുകളില്ലാത്തതും യോഗീഷിനെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയതായി കാസർഗോഡ് കെഎസ്ആർടിസിയിലെ ജീവനക്കാർ പറഞ്ഞു. നിലവിലെ അവസ്ഥ മുന്നോട്ടു പോകുന്നതിൽ ആശങ്ക ഉയർത്തുകയാണ്. പക്ഷെ മാനസികമായിട്ട് നമ്മൾ എല്ലാവരും എബവ് 50-55 അങ്ങനത്തെ ഏജിലാണ് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ ഇപ്പം നമുക്കിപ്പോൾ വേറെ ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാനസികമായിട്ട് ആ കണ്ടക്ടർക്കും ഇപ്പോൾ ഇന്നും നാളെ നമ്മളെ കേസിന് വിധി വന്നു. പക്ഷേ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പം പറഞ്ഞാൽ ഇപ്പം ട്രൈബ്യൂണലിൻ്റെ അല്ല, ഇത് കോടതി വിധി നമുക്കിപ്പം ഒരു മാറ്റി നിർത്താൻ വേണ്ടി കോടതി പിരിച്ചുവിടാൻ വേണ്ടി നിൽക്കുന്നുണ്ട് 3-ാം തീയതി. ആ 3-ാം തീയതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പം മാനസികമായിട്ട് നമ്മളെല്ലാവരും വളരെ മോശമായിട്ട് അവസ്ഥയിലിപ്പോൾ ഉള്ളത്. വേറെ ജോലി നമുക്ക് ചെയ്യാൻ പറ്റില്ല. 10-15 വർഷങ്ങളായി. അപ്പം അങ്ങനെ ഒരു രീതിയിൽ മാനസികമായിട്ട് വളരെ മോശമായിട്ട് അവസ്ഥയായിപ്പോൾ ഉള്ളത്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒന്നും ചെയ്യുന്നില്ല. വീടിന്റെ പിറകിലെ ഷെഡിലാണ് കെഎസ്ആർടിസി കണ്ടക്ടറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ആദൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അമൃത ന്യൂസ്, കാസർഗോഡ്.